വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിച്ചു. ഇത്തവണ ആക്രമിച്ചിരിക്കുന്നത് അവരുടെ ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഹോർമുസ് കടലിടുക്കിനോട് അഭിമുഖമായിരിക്കുന്ന പ്രധാനപ്പെട്ട തുറമുഖം. ആ തുറമുഖത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയാണ് IRGCയുടെ നേവൽ കമാൻഡ് ഉള്ളത്. ആ തുറമുഖം ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ബന്ദർ അബ്ബാസ് ആക്രമിച്ചു, കടലിൽ മൈനുകൾ വിതറിക്കൊണ്ടിരുന്ന ചില ബോട്ടുകളെ ആക്രമിച്ചു എന്ന് പറയുന്നു. അതോടൊപ്പം മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രായേൽ ലെബനോനെ ആക്രമിച്ചു. മൂന്നാമത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഇന്നലെ അടിയന്തരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 വാർത്തകളാണ് നമുക്കിപ്പോൾ സംസാരിക്കാനുള്ളത്. ഒന്നാമത്തത് നമ്മുടെ ആശങ്ക കൂട്ടുന്നത് പെട്രോളിന് മൂന്നാമത്തെ തവണയും വില കൂടി. അപ്പോൾ വീണ്ടും യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ അടുക്കളകളെ വരെ ബാധിക്കുന്ന തരത്തിലേക്ക് യുദ്ധം മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി ഉണ്ടാക്കിയ യുദ്ധമൊന്നുമല്ല, പക്ഷേ ആളുകൾ നരേന്ദ്രമോദിയുടെ കഴിവുകേട് കൊണ്ടാണ് ഇന്ധനവില കൂടുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ യുദ്ധം ഇപ്പോൾ തീരും എന്നുള്ള ഒരു ടെമ്പോ ആയിരുന്നു പൊതുവിലുണ്ടായിരുന്നത്. ബാരൻ ക്രൂഡിൻ്റെ വില ഒന്ന് കുറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അമേരിക്ക കയറി ബന്ദർ അബ്ബാസ് വളരെ പ്രശസ്തമായ തുറമുഖമാണ്. അവിടെ ഷഹീദ് രാജി എന്ന് പറയുന്ന ഒരു പോർട്ടുണ്ട്. ആ പോർട്ട് വഴിയാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട വ്യാപാരങ്ങളൊക്കെ നടക്കുന്നത്. അത് 17-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഷാ അബ്ബാസിൻ്റെ പേരിലാണ് ബന്ദർ എന്ന് പറഞ്ഞ തുറമുഖം എന്നാണ് ബന്ദർ അബ്ബാസ് എന്നൊക്കെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമാണ്, സൈനിക കേന്ദ്രവുമാണ് ബന്ദർ അബ്ബാസ്. അത് അമേരിക്ക ആക്രമിച്ച് ഏതാണ്ട് തവിട് പൊടിയാക്കി എന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായ വിവരങ്ങൾ വരുന്നില്ല, വാർത്ത വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ യുദ്ധം അവസാനിക്കും. അതിനു മുമ്പ് ട്രംപ് ഇന്നലെ മറ്റൊരു നാടകം നടത്തിയിരുന്നു. ട്രംപ് മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കന്മാരുമായിട്ടൊരു ടെലിഫോൺ ചർച്ച നടത്തിയിട്ട് അബ്രഹാം അക്കോർഡിൽ ഒപ്പുവെക്കണമെന്ന് പറഞ്ഞു. അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. 2020 ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴത്തേക്ക് അബ്രഹാം അക്കോർഡ് UAE ഒപ്പുവെച്ചു, സുഡാൻ ഒപ്പുവെച്ചു, മൊറാക്കോ ഒപ്പുവെച്ചു, ബഹ്റിൻ ഒപ്പുവെച്ചു. ഇനി സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും, അതുകൂടാതെ പാകിസ്ഥാനും ഒപ്പുവെക്കണമെന്ന് പറഞ്ഞിരിക്കുക. പാകിസ്ഥാൻ പെട്ടിരിക്കുക. അബ്രഹാം അക്കോർഡിൽ ഒപ്പുവെച്ച് വെച്ചാൽ പാകിസ്ഥാനിൽ കലാപം ഉണ്ടാകും. മാത്രമല്ല പാകിസ്ഥാനികൾക്ക് പാകിസ്ഥാൻ പാസ്പോർട്ട് ഉപയോഗിച്ച് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യാൻ പാകിസ്ഥാനികൾക്ക് അനുവാദമില്ല, ഒരു തരത്തിലും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഏറ്റവും അസിം മുനീറും ഷഹബാസ് ഷെരീഫും ട്രംപിൻ്റെ കൂടെ ഇരുന്ന് എപ്പോഴും കഞ്ഞി കുടിക്കുന്നവരാണ്. പക്ഷേ ഇപ്പോൾ അവരോട് പറഞ്ഞിരിക്കുക, മര്യാദയ്ക്ക് അബ്രഹാം അക്കോർഡ് ഒപ്പിട് എന്ന് പറഞ്ഞ് ഇമ്രാൻഖാൻ പറഞ്ഞിട്ടുണ്ട്. 2020 തന്നെ വലിയ പ്രഷർ പാകിസ്ഥാൻ്റെ മേൽ അമേരിക്ക ചെലുത്തിയിരുന്നു, ട്രംപ് ചെലുത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ച്, അപ്പോൾ ഞാൻ ഈ നെഗോഷിയേഷൻസ് നടത്തണമെങ്കിൽ, ഈ ചർച്ച തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങളെല്ലാം, ഗൾഫ് രാജ്യങ്ങളെല്ലാം അബ്രഹാം അക്കോർഡ് ഒപ്പിട്ട് ഇസ്രായേലിനെ അംഗീകരിച്ചാലേ ഇനി ഹോർമുസിലെ ഈ ബ്ലോക്കേഡ് മാറ്റാനുള്ള ചർച്ചയ്ക്ക് ഞാനുള്ളൂ, അല്ലെങ്കിൽ ഇറാനെ അടിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ട്രംപ് അടി കൊടുത്തിരിക്കുന്നത്. അതൊരു കാൽക്കുലേറ്റഡ് മൂവ് അല്ലേ? ഇതൊരു കാൽക്കുലേറ്റഡ് മൂവാണ്. ഈ യുദ്ധം നീണ്ടുപോകും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സൂചനയാണത്. കാരണം ഇസ്ലാമിക് രാജ്യങ്ങളോട് ഇസ്രായേലിനെ അംഗീകരിക്കാൻ പറയുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സൂയിസൈഡിലാണ്. അവർ അംഗീകരിക്കുന്ന എനിക്ക് തോന്നണില്ല. ഈജിപ്തും ജോർദാനും വരെ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തില്ല. അതെ, പക്ഷേ ഈജിപ്തും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, മെനാച്ചിം ബെഗിൻ എന്ന് പറഞ്ഞ ആൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ആണ് ഈജിപ്റ്റ് ഇസ്രായേലായിട്ട് അൻവർ സദാത്ത് എന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ ക്യാമ്പ് ഡേവിഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നടന്ന അഗ്രിമെന്റ് ഒപ്പിട്ട് ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് എന്നൊക്കെ പറയുമല്ലോ. അമേരിക്ക വലിയ തോതിൽ പണം കൊടുക്കുന്നുണ്ട്. അതെ, എന്നിട്ട് അവർക്ക് നൊബേൽ സമ്മാനം കൊടുത്തു. സുനിലിന് ഓർമ്മയില്ലേ, ഇവർക്ക് 3 പേർക്കും കൂടിയാണ് നൊബേൽ സമ്മാനം കൊടുത്തത്. എനിക്ക് തോന്നുന്നു അത് ഇവർക്ക് 2 പേർക്കും കൂടിയാന്ന് തോന്നുന്നു, ഈ മെനാച്ചിം ബെഗിനും യാസർ അറാഫത്തിനും കൂടി. പക്ഷെ അതെന്തെങ്കിലും ആട്ടെ, ഈ ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് യുദ്ധം ഇനിയും നീണ്ടുപോകും. പിന്നെ ഇന്ത്യയിലെ പെട്രോൾ വിലയെ കുറിച്ചിട്ട് ഞാൻ സുനിലിൻ്റെ അടുത്ത് 2-3 അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കണം. എനിക്ക് വളരെ പ്രധാനപ്പെട്ട, വളരെ കൗതുകകരമായ ഒരു കാര്യം, മലയാളത്തിലെ മാധ്യമപ്രവർത്തകർ കാണിക്കുന്ന പിതൃശൂന്യത ഒന്ന് എക്സ്പോസ് ചെയ്തിട്ട് നമുക്ക് പെട്രോൾ വിലയുടെ വർധനവിനെ കുറിച്ച് സംസാരിക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കാണണം. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ബെഞ്ചമിൻ നെതന്യാഹുവിനെ അർദ്ധരാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യം ഇതിന് അവസാനം പറയാം നമുക്ക്. അത് ലേറ്റസ്റ്റ് ആണ്. ഞാനത് ഇപ്പോഴാണ് കേൾക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തയാണ്. യുദ്ധം, അമേരിക്ക ആക്രമണം തുടങ്ങി, നെതന്യാഹു ആശുപത്രിയിലാണ്.
എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഇസ്രായേൽ ലെബനെ കയറി ആക്രമിച്ചാൽ യാതൊരു അത്ഭുതവും ഇല്ല. കാരണം കുറേ ദിവസമായി അവിടുന്ന് ഹെസ്ബുള്ളക്കാർ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നുണ്ട്, ഡ്രോൺസ് ഉപയോഗിച്ചും മിസൈൽസ് ഉപയോഗിച്ചും. അവർ കഴിയുന്നതും ഇത് ക്ഷമിച്ചു, അതല്ലെങ്കിൽ കഴിയുന്നതും അവര് ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിട്ടുണ്ട്. അല്ല, ഇറാന്റെ ഒരു കണ്ടീഷനായിരുന്നു വെടിനിർത്തൽ വേണമെങ്കിൽ ലെബനോണിനെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോഴും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് ആക്രമണം നിർത്തണം, ഹെസ്ബുള്ളയോട് ആക്രമണം നിർത്തണം പറഞ്ഞു. അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോൾ ആ മൊമെന്റിൽ തന്നെ ഇസ്രായേൽ ലെബനോണിനെ ആക്രമിച്ചു. അപ്പോൾ അത് ഇറ്റ് വാസ് കമ്മിങ്. അത് എപ്പോൾ വേണമെങ്കിലും നടക്കാവുന്ന ഒരു ആക്രമണമായിരുന്നു. കുറേ ദിവസമായിട്ട് ഈ ഹെസ്ബുള്ള ഇസ്രായേലിലെ സൈനിക സങ്കേതങ്ങളേക്കും ഹ്യൂമൻ സെറ്റിൽമെൻറ്റിനെയും ലക്ഷ്യമാക്കിയിട്ട് കണ്ടവാൻ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു. ഹമാസിനെ ഇപ്പോൾ ഒരു പരിവാക്കി. ഇപ്പൊ ഹമാസിനെ പറ്റി കേൾക്കാനില്ല, ഇപ്പൊ ഗാസയെന്ന് പോലും കേൾക്കാനില്ല. അവിടുന്ന് പോയി, എല്ലാവരും പോയി. അവരെവിടെ പോയെന്ന് ആർക്കും അറിയാൻ പാടില്ല. ദെൻ ഇപ്പോൾ ഉള്ള ഇനി ബാക്കിയുള്ളത് ഹെസ്ബുള്ളയാണ്. ഹെസ്ബുള്ള അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ മുഴുവനും ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ഇത് നടക്കുന്നുണ്ട്. പിന്നെ ഈ ഇറാനിലെ മിസൈൽ ലോഞ്ചിങ് സൈറ്റ്സ് കുറേ സ്ഥലങ്ങൾ ഇന്നലെ നശിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ ബോട്ടുകൾ അവരുടെ നേവൽ ബോട്ടുകൾ മുഴുവൻ മുക്കി കഴിഞ്ഞിരുന്നു. ഇന്നലെ മൈനിട്ടുകൊണ്ടിരുന്ന ബോട്ടുകൾ മുക്കിയിട്ടുണ്ട്. പിന്നെ സെൻകോം പറയണത് ഞങ്ങള് ഈ ആക്രമണം ഇന്നലെ നടത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ട്രൂപ്പിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് നടത്തിയേക്കണേന്നാണ് പറയേണ്ടത്. അപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപനം തുടരും. അതിനിടയ്ക്ക് ഇറാൻ ഈ യുദ്ധത്തിന് കുറച്ച് കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, സദ്ദാം ഹുസൈൻ ഇറാനും സദ്ദാം ഹുസൈനുമായിട്ട് ആക്രമണം നടത്തിയല്ലോ, അതുപോലെ സദ്ദാം ഹുസൈൻ അമേരിക്കൻ ഫോഴ്സസുമായിട്ട് ആക്രമണം നടത്തി. അയാൾ സ്ഥിരം പറയുമായിരുന്നു, എൻ്റെ പടയാളികൾ മുഴുവനും ആത്മഹത്യ ചെയ്യും അതിനു വേണ്ടിയിട്ട്, ഈ അമേരിക്കയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഇറാനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പടയാളികൾ ഞങ്ങൾ മൊത്തം ആത്മഹത്യ ചെയ്യാൻ മടിയില്ല എന്നാണ് അന്ന് സദ്ദാം ഹുസൈൻ പറഞ്ഞത്. ഇപ്പം ഇയാൾ ഒരു ഇതുകൂടി കടന്ന് അവൾ പറയുന്നത് ഈ കൂട്ട ആത്മഹത്യ എന്നുള്ളത് ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നേക്കണെയാണ്. പെസഷ്കിയാണ് അയാൾ പറഞ്ഞിരിക്കുന്നതാണ്, ഇറാനിയൻ പ്രസിഡന്റ്. അയാൾ പറഞ്ഞിരിക്കുന്ന ഒന്ന് പ്രതിരോധം, പിന്നെ ആത്മഹത്യ, പിന്നെ ശത്രുവിനെ തുരത്തൽ. ഇത് ഇറാന്റെ മാത്രം പ്രത്യേകതയാണ്, ഞങ്ങൾ അതിൽ നിന്നും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മരിക്കാൻ മടിയില്ല അവർക്ക്. അതങ്ങനെയാണല്ലോ, കാരണം മരണത്തിന് ശേഷമാണ് മദ്യപ്പുഴയും 72 ഹൂറിമാരും ഉള്ള ജീവിതം കിട്ടുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് മരിപ്പിച്ച് തരണേ എന്ന് പറഞ്ഞിട്ടാണ് ഈ കൂട്ടർ ലോകത്ത് മുഴുവൻ പൊട്ടിത്തെറിച്ച് ചാവുന്നത്. അപ്പോൾ ഇത് ഈ പാശ്ചാത്യ പശ്ചിമേഷ്യൻ യുദ്ധം ഇപ്പോൾ ഒന്നും തീരണം മട്ടില്ല കണ്ടിട്ട്. ഓരോ ദിവസം കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് ഇറാനിൻ്റെ അണുവായുധം ഉണ്ടാക്കാനായിട്ടുള്ള എൻറിച്ച്ഡ് യുറേനിയം ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഞങ്ങൾ പറയുന്നിടത്ത് അവരെ കൊണ്ട് കൊടുപ്പിക്കുന്ന ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ മാർക്കോ റൂബിയോ അല്ലേ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി, കൊൽക്കത്ത വഴി ഡൽഹിയിലെത്തി താജ്മഹലൊക്കെ കാണാൻ പോയി. അതെ, അയാളും ഇവിടുത്തെ പത്രക്കാരോട് പറഞ്ഞു ഞങ്ങളത് ശരിപ്പെടുത്തും, ഇറാനെ ഒരു പരിവാക്കി, ഇറാൻ ഡീലിൽ ഒപ്പിടുന്ന. അവർ പറയണ ഞങ്ങൾക്ക് ഡീല് വേണ്ടെന്ന് പറയണേ. അയാൾ പറയുന്നത് മുഴുവൻ അയാൾ സ്വപ്നത്തിൽ കാണുന്നതാണ്. ട്രംപ് സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും വിളിച്ച് പറയണേ. ഞങ്ങൾ ആ ഡീലിൽ ഒപ്പിടില്ല, ഞങ്ങൾക്ക് ഒരു ഡീലിന്റെ പ്രശ്നമില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് എന്താ മനസ്സിലാക്കുക? അതായത് ഏതായാലും ഒന്നുറപ്പായി യുദ്ധം തീരാൻ പോകുന്നില്ല. ഇല്ല, യുദ്ധം തീരില്ല. മാത്രമല്ല, എന്തുകൊണ്ടായിരിക്കും അതിന് വളരെ പെട്ടെന്ന് ഞാനിത് മധ്യസ്ഥ ചർച്ചയ്ക്കൊക്കെ ഇനി പോകണമെങ്കിൽ, ഒത്തുതീർപ്പ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഈ അറബ് രാജ്യങ്ങൾക്ക് ഹോർമുസ് തുറന്നു കിട്ടുക എന്നുള്ളത് നിർണായകമാണ്. ഇപ്പോൾ UAE ഒക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, എണ്ണക്കച്ചവടം നടക്കുന്നില്ല. ദുബായിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് പറയുന്നു. കാരണം ബിസിനസ് നടക്കുന്നില്ല അവിടെ. ടൂറിസം അടക്കമുള്ള കാര്യങ്ങളാണല്ലോ ഒരു സേഫ് ഹെവൻ പോലെ പ്രവർത്തിക്കുന്ന എമിറേറ്റ് ആയിരുന്നു ദുബായ്. ആളുകൾ പോകുന്നില്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് ഞാനിതൊക്കെ ശരിയാക്കാം, നിങ്ങളുടെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാം, ഹോർമുസ് തുറക്കാൻ, യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടത് ചെയ്യാം, പക്ഷേ എബ്രഹാം അക്കോർഡ് ഒപ്പിട് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ്.
ബ്ലാക്ക് മെയിലിംഗ് ഒരു സമ്മർദ്ദ തന്ത്രമാണ്. അത് ബ്ലാക്ക് മെയിലിംഗ് അല്ല, ഒരു സമ്മർദ്ദ ഇസ്രായേലിനെ തന്ത്രമാണ്. അംഗീകരിപ്പിക്കുക. ഇസ്രായേലിനെ അംഗീകരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ തലവേദന മാറിക്കിട്ടും. ഈ ഹെസ്ബുള്ളയും ഹമാസും പിന്നെ ഇറാൻ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധവും അതുപോലെ ഇഡത്ത് ടു ഇസ്രായേലോ ഇഡത്ത് ടു അമേരിക്ക എന്നുള്ള മുദ്രാവാക്യമൊക്കെ ഇറാനിൽ നിന്ന് എന്നത്തേക്കുമായിട്ട് അവസാനിക്കും. മാറ്റാൻ കഴിയും. അല്ല, എനിക്കൊരു സംശയമുണ്ട്, ഇനി ട്രംപ് ജൂതനായോ? കാരണം ട്രംപിന്റെ മകൾ ഇവാൻകയുടെ വാർത്ത കഴിഞ്ഞ ദിവസം ഇവാൻകയെ കൊല്ലാനായിട്ട് ഒരുത്തൻ വന്നിരുന്നു, അൽസാദിയെ പിടികൂടിയപ്പോൾ വാർത്ത വന്നപ്പോഴത്തേക്ക് പറയുന്നത് ഓർത്തഡോക്സ് ജൂഡായിസം സ്വീകരിച്ചു ഇവാൻക ജൂതമതം സ്വീകരിച്ചു. അങ്ങനെ ജൂതമതം സ്വീകരിക്കാൻ പറ്റും. ജൂതന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന 2 മതങ്ങളിലേക്ക് നമുക്ക് ഒരിക്കലും വലിയ പാടാണ്. എനിക്കും അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ നമ്മുടെ കേരളത്തിൽ അവശേഷിക്കുന്ന ഒരു ജൂതൻ എറണാകുളത്തെ നമ്മുടെ ബാബു ചേട്ടനുണ്ട്. എറണാകുളം മാർക്കറ്റിൽ അദ്ദേഹമാണ് സിനഗോഗ് നോക്കി നടത്തുന്നത്. അദ്ദേഹത്തിന് അലങ്കാര മത്സ്യകൃഷി അടക്കമുള്ള അതാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ട്, മലയാളി ചെറുപ്പക്കാരനാണ്. ഹീബ്രു ഭാഷയൊക്കെ ഇപ്പോൾ ട്യൂഷനും പഠിപ്പിക്കാൻ ചെറുപ്പക്കാരൻ ജൂ ആവാനുള്ള ദീർഘമായ ഒരു സബരിയയിൽ ആ പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. വളരെ റെയറസ്റ്റ് ആണ്, എന്നാൽ അത് പറ്റും. ഇപ്പൊ നമ്മളുടെ ഈ മണിപ്പൂരില് ഉള്ള മിസോറാമിലെ കൊണ്ടുപോയി പ്രോജക്റ്റ് ആലിയ എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുണ്ട്. അതായത് ഈ ജൂതന്മാര് അന്ന് ഒരു വലിയ എക്സോഡസ് നടന്നുവല്ലോ, മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് പലയിടത്തേക്കായിട്ട് ജൂയിഷ് ഡയസ്പോറ വന്ന് സെറ്റിൽ ചെയ്തു. അങ്ങനെ കുറേ ജൂതന്മാര്, ആയിരക്കണക്കിന് ജൂതന്മാര് നമ്മുടെ വടക്ക് കിഴക്കൻ ഭാരതത്തിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഡിസെൻഡൻസ് മുഴുവൻ ഇപ്പോഴും ഉണ്ട് ഇവിടെ. പക്ഷെ അവര് പ്യുവർ ജൂതന്മാരാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജനറ്റിക് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. ആലിയ, പ്രൊജക്ട് ആലിയ എന്നാണ് അതിന്റെ പേര്. അങ്ങനെ വന്ന ആളാണ് ഇപ്പൊ പുതിയതായിട്ട് മൊസാദിന്റെ മേധാവിയാവാൻ പോകുന്നത്. ഞാൻ പേര് മറന്നു, റമോൺ ഓർ സംതിങ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേര്. അതേ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് നേരിട്ടറിയാം. ഞാൻ ഒരു ദിവസം നമ്മുടെ ബാബു ചേട്ടൻ എന്ന് വിളിക്കുന്നത്, ബാബു ചേട്ടനെ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എറണാകുളം മാർക്കറ്റിൽ ആരോട് ചോദിച്ചാലും ജൂതനായ ബാബു ചേട്ടനെ ചോദിച്ചാൽ അറിയാം. അദ്ദേഹത്തിൻ്റെ പേര് വേറെയാണ്. അദ്ദേഹത്തെ ഒരു ദിവസം നമ്മുടെ ചാനലിൽ കൊണ്ടുവരാം. തീർച്ചയായിട്ടും നമുക്ക് ജൂതന്മാരെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മലയാളി ഇവിടെ ശേഷിക്കുന്ന ഏക ജൂതൻ, അദ്ദേഹത്തോട് സംസാരിക്കാം. നമുക്ക് ഈ ജൂതൻ മതത്തിൽപ്പെട്ട ആൾക്കാരോട്, യഹൂദന്മാരോടും പാഴ്സികളോടും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് യാതൊരു വൈരാഗ്യമോ വെറുപ്പോ ഇല്ല. അവരോട് വളരെ ആദരവും ബഹുമാനവും ഉള്ളൂ, യഹൂദന്മാരോടും പാഴ്സികളോടും. ഇതിൻ്റെ പ്രധാന കാരണം അവർ മതപരിവർത്തനത്തിൽ വിശ്വസിക്കുന്നില്ല. മതപരിവർത്തനം അലൗഡ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് ഈ നെതന്യാഹുവിൻ്റെ കാര്യമൂടെ പറയാം. നമ്മളിപ്പോൾ ശരിക്കും 2 വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതാണ്, ഒന്നിച്ചങ്ങ് പറയുകയാണ്. അപ്പോൾ നെതന്യാഹുവിൻ്റെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നത്, ജെറുസലേമിലെ ഹദാസ് ഐൻ കരേം എന്ന് പറയുന്ന ആശുപത്രിയിൽ ഇന്നലെ അർദ്ധരാത്രി, മെയ് 25 അർദ്ധരാത്രി നെതന്യാഹുവിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. പക്ഷേ നെതന്യാഹുവിന് ക്യാൻസർ, പ്രോസ്റ്റേറ്റ്, അത് പറഞ്ഞിരുന്നു. അത് നേരത്തെ പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. 76 വയസ്സുള്ള നെതന്യാഹുവിന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു, ട്യൂമർ നീക്കി എന്നൊക്കെ അടുത്തിടെ നെതന്യാഹു തന്നെ വെളിപ്പെടുത്തി. അത് മാത്രമല്ല, അത് എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ നെതന്യാഹു പറഞ്ഞു, ഈ യുദ്ധമൊക്കെ ഉള്ള സമയത്ത് ഇത്തരം വാർത്തകൾ ഉണ്ടാക്കി ജനങ്ങളിൽ ചില ആശങ്ക ഉണ്ടാക്കാൻ പാടില്ല, അതുകൊണ്ട് പറയാതിരുന്നതാണെന്ന് പറയുന്നു. ഇതുപോലെ 2024 അദ്ദേഹത്തിന് ഹെർണിയയുടെ സർജറി നടത്തി, പിന്നെ പ്രോസ്റ്റേറ്റ് നീക്കിയിരുന്നു. 2023 വളരെ പെട്ടെന്ന് നെതന്യാഹുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു പേസ് മേക്കർ വെച്ചിരുന്നു. 76 വയസ്സുള്ള നെതന്യാഹുവിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വളരെ പെട്ടെന്ന് യുദ്ധം വീണ്ടും ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോൾ നെതന്യാഹു മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ലോകത്തെമ്പാടുമുള്ള സുഡാപ്പികൾ വലിയ ആഘോഷമായിരുന്നു. നെതന്യാഹു മരിച്ചു, നെതന്യാഹുവിൻ്റെ ഫേക്ക് വീഡിയോ ഇറങ്ങുന്നു, AI വീഡിയോ ആണ്, 6 വിരൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാമ്പയിനായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പയർ പോലെ നെതന്യാഹുവിനെ കണ്ടു. പക്ഷേ വീണ്ടും ഇത് 3ാമത്തെ വെടിനിർത്തലിന് ശേഷമാണെന്ന് അല്ലേ? മൂന്നാമത്തെ വെടിനിർത്തൽ അവസാനിച്ചുകൊണ്ട് യുദ്ധം ആരംഭിക്കുകയും ഇസ്രയേലും യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ അപ്പോൾ ഇസ്രയേലിലേക്ക് അയക്കുന്ന ചില ഇറാൻ്റെ മിസൈലുകളൊക്കെ ഇസ്രയേലിൽ വന്ന് വീഴുന്നുമുണ്ട്. എന്താണെന്നറിയില്ല. ഏതായാലും നെതന്യാഹുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി ടൈംസ് ഓഫ് ഇസ്രയേൽ പറയുന്നത് നെതന്യാഹുവിനെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് പല്ലുവേദന വന്നിട്ട് കൊണ്ടുപോയതാണ്. പല്ലുവേദന വന്നിട്ട് രാത്രി 12 മണിക്ക് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമോ? അല്ല, ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ കുഴപ്പം ഒരു ലെഫ്റ്റിസ്റ്റ് നടത്തുന്ന ഹൊറോവിറ്റ്സ് എന്ന് പറഞ്ഞ ആൾ നടത്തുന്ന പത്രമാണല്ലേ സുനിൽ. അവർ എപ്പോഴും ഈ നെതന്യാഹുവിന് എതിരായിട്ടുള്ള ന്യൂസേ കൊടുക്കാറുള്ളൂ സാധാരണ. ലെഫ്റ്റിസ്റ്റ് പത്രമാണ് അത്.
അവർ പറയില്ലെങ്കിൽ കൂടി നമുക്ക് പേപ്പർ നമ്മൾ റിലേ ചെയ്യുന്ന ടൈംസ് ഓഫ് ഇസ്രയേലും ജെറുസലേം പോസ്റ്റും ജെറുസലേം പോസ്റ്റ് വളരെ എന്താ പറയണ ഒരു Decent ആയ പത്രം. ഡീസന്റ് പത്രം, നുണ പറയാറില്ല അവരൊരിക്കലും. അതാണ് അവിടുത്തെ എന്താ പറയണ ഒരു ഇൻഡിപെൻഡന്റ് ഇതായിട്ടുള്ളൊരു പത്രമാണ്. ബാക്കിയുള്ളത് മുഴുവൻ ഈ മലയാള മനോരമയോ അല്ലെങ്കിൽ മാതൃഭൂമി പോലത്തെ പത്രങ്ങൾ അവിടെയുണ്ട്. ഏതായാലും നെതന്യാഹുവിന് എന്താണ് സംഭവിച്ചതെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വരട്ടെ, നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളോടൊപ്പം സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അത് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ്.